ഏഴാം ക്ലാസ്സുകാരനെ തട്ടിക്കൊണ്ടുപോയി മദ്യം നൽകി മർദ്ദിച്ചുവെന്ന പരാതിയുടെ ഉള്ളടക്കം വ്യാജം. പത്തനംതിട്ട അടൂരിൽ രജിസ്റ്റർ ചെയ്ത കേസ് ഒഴിവാക്കാൻ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. വീടിന് സമീപത്തു നിന്നും ഒരു സംഘം യുവാക്കൾ ബലമായി കാറിൽ കയറ്റുന്നു. 12കാരന്റെ വായിൽ ബലമായി മദ്യം ഒഴിച്ചു കൊടുക്കുന്നു. തട്ടിക്കൊണ്ടുപോയി മർദ്ദിക്കുന്നു. 7ാം ക്ലാസ്സുകാരൻ നൽകിയ വിവരമനുസരിച്ച് പോലീസിനെ സമീപിച്ച പിതാവ് ചൊവ്വാഴ്ച പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു. സംഘം കാറിനകത്ത് ആൾക്കാർ വന്നിട്ട് അവന്റെ ചേട്ടൻ +1 കൽമണ്ണ സ്കൂളിൽ പഠിക്കുക. അവന്റെ അനിയനാണെന്ന് ചോദിച്ച് കുഞ്ഞിനെ പിടിച്ചു കയറ്റി വണ്ടിയെ കയറ്റിക്കൊണ്ടുപോയി ലിക്വിഡ് കവളിന് കുത്തിപ്പിടിച്ച് കൊടുത്തതിന് ശേഷം നല്ല ക്രൂരമായി മർദ്ദിച്ച് കുഞ്ഞ് ആവശ്യനിലയിലാണ് വീട്ടിൽ വരുന്നത്. 1 മണിക്കൂറിന് ശേഷം കുഞ്ഞിനെ കാണുന്നില്ല. കുഞ്ഞിനെ 4 പാടും തിരക്കിയപ്പോൾ കുഞ്ഞ് അയലത്തെ വീട്ടിന്റെ സൈഡിൽ കിടന്ന് അങ്ങനെ ആ കുഞ്ഞിനെ കാണുന്നു. കേസെടുത്ത പോലീസ് വീടിന് സമീപത്തു നിന്നുള്ള CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു. വീട്ടുകാരെയും നാട്ടുകാരെയും സഹപാഠികളിൽ ചിലരെയും ചോദ്യം ചെയ്തു. കുട്ടി പറയുന്ന സമയത്ത് വീടിന് സമീപം വാഹനങ്ങൾ ഏതും വന്നതായി കണ്ടെത്താനായില്ല. ചെറുകാറിന്റെ മുൻസീറ്റിൽ 4 പേർ ഉണ്ടായിരുന്നുവെന്നും അതിലൊരാൾ തടിച്ച ശരീരപ്രകൃതിയുള്ള ആളാണെന്നും 7ാം ക്ലാസ്സുകാരന്റെ മൊഴിയിലുണ്ട്. ഇത് സംശയങ്ങൾ കൂടുതൽ ബലപ്പെടുത്തി. +1 പഠിക്കുന്ന ജ്യേഷ്ഠന്റെ സഹപാഠികളിൽ ചിലരാണ് തട്ടിക്കൊണ്ടുപോയതെന്നുകൂടി കുട്ടി പോലീസിനോട് പറഞ്ഞ മൊഴിയിലുണ്ട്. കുട്ടി എല്ലാ ദിവസവും വൈകുന്നേരം സൈക്കിളിൽ ഓട്ടാനായിട്ട് പോകാറുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാറുണ്ട്. പോയിട്ട് വളരെ ലേറ്റായിട്ടാണ് കുട്ടി തിരികെ വീട്ടിൽ വരുന്നത്. അപ്പോൾ അത് സംബന്ധിച്ച് കുട്ടിയുടെ പിതാവ് എല്ലാ ദിവസവും കുട്ടിയെ വഴക്ക് പറയുകയും ശിക്ഷിക്കുകയും ചെയ്യാറുണ്ട്. അത് സാധാരണഗതിയിൽ സംഭവിക്കുന്നൊരു സംഭവമാണ്. ഈ തിങ്കളാഴ്ച വൈകിട്ടും കുട്ടി ഇതുപോലെ പുറത്ത് പോയിട്ട് തിരികെ ഒത്തിരി താമസിച്ചിട്ടാണ് വന്നത്. താമസിച്ച് വന്നിട്ട് വീടിൻ്റെ പുറകുവശത്ത് പോയി കിടന്നുറങ്ങി. അപ്പോൾ വീട്ടുകാർ കുട്ടിയെ അന്വേഷിച്ച് കാണാതെ വന്നപ്പോൾ തിരക്കി ചെന്നപ്പോഴാണ് വീടിൻ്റെ പുറകുവശത്ത് കിടക്കുന്നതായി കാണുന്നത്. അപ്പോൾ അങ്ങനെ അവനെ വിളിച്ചുണർത്തി കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് ഒരു കാറിൽ കുറേ ചേട്ടന്മാർ എന്നെ കൂട്ടിക്കൊണ്ടുപോയെന്നും മദ്യം കുടിപ്പിച്ചു എന്നും ഒക്കെ അവരോട് പറഞ്ഞു. പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ കളവാണെന്ന് വ്യക്തമായതോടെ കുട്ടിക്ക് കൗൺസിലിംഗ് നൽകാൻ തീരുമാനിച്ചു. പറഞ്ഞ കാര്യങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് വിവരിച്ച കുട്ടി ഇതിൽ നിന്നും പുറത്തു കടക്കാൻ പുതിയ മാർഗം പറഞ്ഞു നൽകണമെന്നുകൂടി കൗൺസിലറോട് ആവശ്യപ്പെട്ടു അത്രേ. അപ്പോൾ ആ ചോദ്യം ചെയ്യലിനിടയിൽ കുട്ടി ഞാൻ പറഞ്ഞത് കളവാണെന്ന് സമ്മതിക്കുകയും സൈക്കിളിൽ പോയ സമയത്ത് റോഡിലൊരു കുപ്പി കിടന്നെന്നും ആപ്പിൾ കിസ് എന്ന് പറയുന്ന ഒരു ബോട്ടിൽ കിടന്നെന്നും അതെടുത്ത് കുടിച്ചു എന്നും ഒക്കെയാണ് കുട്ടി പറയുന്നത്. പക്ഷേ നമ്മുടെ പ്രാഥമികമായ ഒരു അന്വേഷണത്തിൽ കുട്ടി എന്തോ ലഹരി ഉപയോഗിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തെന്നുള്ളത് വ്യക്തമല്ല, എങ്കിലും എന്തോ ഉപയോഗിക്കുന്നുണ്ട്. അത് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അവൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരാരാണ് എന്നുകൂടി കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ ആ കുട്ടി ഇപ്പം നമ്മളുമായിട്ട് സഹകരിക്കുന്നില്ല. പോലീസ് എന്നാൽ ഞാൻ ആത്മഹത്യ ചെയ്യും, നിങ്ങളുടെ പേരെഴുതി വെക്കുമെന്നൊക്കെയാണ് പറയുന്നത്. ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്ന ശീലം കുട്ടിക്ക് ഉണ്ടെന്നാണ് കണ്ടെത്തൽ. രാത്രി വൈകി എത്തിയതിൽ പിതാവിന്റെ ശകാരം ഭയന്ന 7ാം ക്ലാസ്സുകാരൻ തട്ടിക്കൊണ്ടുപോകൽ കഥ മെനയുകയായിരുന്നു. സ്കൂളിൽ പോകാൻ താല്പര്യം കാണിക്കാത്ത കുട്ടിയെ CWC ഇടപെടലിലൂടെ പഠനത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് പോലീസ്. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.